ഗംഭീര പടമാണ്, ഗംഭീര പടം, മസ്റ്റ് വാച്ച് ആണ്. വെൽ മെയ്ഡ് മൂവിയാണ്, ഒരു രക്ഷയില്ല, അടിപൊളി. എന്താ ആരും അറിയാത്ത അവിടെ തന്നെ ഇരുന്നു വരുന്ന ആൾക്കാര്. ഗംഭീര പടാട്ടോ, മസ്റ്റ് വാച്ച് ആണ്, എല്ലാരും കാണണേ. സൂപ്പർ സൂപ്പർ പടം, ഗംഭീര പടം, അടിപൊളി. ഒട്ടും പ്രതീക്ഷിക്കാണ്ട് കയറിയിട്ട് ഒരു ഗംഭീര വിരുന്നായി പോയി. നല്ല ഒരുപാട് ടെസ്റ്റുകളൊക്കെ ഉണ്ട്, അടിപൊളി പടം. നല്ല സസ്പെൻസ്, നല്ല പടമാണ്, ഇഷ്ടപ്പെട്ടു. നല്ല പടം, ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു പടം, നന്നായിട്ടുണ്ട്, എനിക്ക് ഇഷ്ടപ്പെട്ടു. നല്ല പടം, സൂപ്പർ. ത്രില്ലറൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് കാണാൻ പറ്റിയ പെർഫോമൻസ്. ഇപ്പൊ ജയ്സേട്ടന്റെയും എല്ലാവരുടെയും ഇഷ്ടമായി. ജയ്സേട്ടന്റെയാണ് കുറച്ച് കൂടുതൽ ഇഷ്ടപ്പെട്ടത്. എനിക്ക് തോന്നുന്നത് കാണുന്നവരെല്ലാം തീരുമാനിക്കണം. നല്ല പടമാണ്, നമുക്ക് നല്ല ത്രില്ഡ് ആയിട്ടുള്ള പടം, കണ്ടിരിക്കാം. നമുക്ക് ഫുൾ നമ്മള് സിനിമ ഇന്റർവെൽ ആയത് അറിഞ്ഞു പോലും ഇല്ല സത്യം പറഞ്ഞാൽ, അത്രയും നല്ല പടം. ഞങ്ങൾ എന്നും പറയണല്ലേ, പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല. എന്നാലും നല്ല ത്രില്ലോടുകൂടി ഇരുന്ന് കാണാൻ പറ്റിയൊരു പടം. ഗുമസ്തൻ ഗംഭീരമാക്കിയിട്ടുണ്ട്. നമ്മുടെ ബിപിൻ ജോർജ് ചേട്ടനും നമ്മുടെ ജയ്സേട്ടനും തകർത്ത് അഭിനയിച്ചിട്ടുണ്ട്. ജയ്സേട്ടനാണ് കൂടുതലും കേന്ദ്ര കഥാപാത്രം അവതരിപ്പിച്ചത്. പെർഫോമൻസ് പറഞ്ഞു കഴിഞ്ഞാൽ ജയ്സേട്ടനാണ് നായകനായിട്ട് അഭിനയിച്ചത്. ബിപിൻ ജോർജ് ചേട്ടൻ ഗസ്റ്റ് അപ്പിയറൻസ് ആയിട്ട് വരുന്നുണ്ട്. ഗംഭീര പെർഫോമൻസ് ആണ്. ഗുമസ്തനായിട്ട് ഗംഭീരമായിട്ട് ജയ്സേട്ടൻ അഭിനയിച്ചു. പിന്നെ ബിപിൻ ജോർജ് ചേട്ടനും പിന്നെ നമ്മുടെ കൈലാഷ് ചേട്ടൻ, പിന്നെ നരേൻ, അങ്ങനെ ഒരുപാട് സ്റ്റാർ കാസ്റ്റ് ഉണ്ട്. സസ്പെൻസ് ത്രില്ലർ, ഫാമിലി ത്രില്ലർ ആണ് സിനിമ. ഇമോഷണൽ ആയിട്ടും കരയിപ്പിക്കുകയും ചെയ്യും, ചിന്തിപ്പിക്കുകയും ചെയ്യും. അച്ഛൻ മകൻ ബന്ധങ്ങൾ സൂചിപ്പിക്കേണ്ട ബിപിൻ ജോർജിന്റെ ജയ്സേട്ടന്റെ പെർഫോമൻസ്. എന്തായാലും ഒരു പഴയ ബോംബുകൾക്ക് ശേഷം ബിപിൻ ജോർജിന്റെ നല്ലൊരു പെർഫോമൻസ് ഉള്ള സിനിമ. നമസ്കാരം. അമൽ കെ ബേബിയുടെ ഗുമസ്തൻ എന്ന സിനിമ കണ്ടു. ബിപിൻ ജോർജിന്റെ അടിപൊളി സിനിമ, തിയേറ്ററിൽ വന്ന് എല്ലാവരും കാണുക. ഗംഭീരം, കാരണം അതിൽ അഭിനയിച്ച എല്ലാവരും തകർത്ത് അഭിനയിച്ചു. ഒരു സസ്പെൻസ് ത്രില്ലറാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ സസ്പെൻസ് പുറത്ത് പറയുന്നില്ല, എന്തായാലും ഗംഭീര പടമാണ്. ക്ലൈമാക്സ് ഒക്കെ പൊളിച്ചു, വേറെ ലെവല്, അടിപൊളി സിനിമ ഗുമസ്തൻ.